ഹൃദയസ്പർശിയായ പ്രണയകഥ തുടക്കം മാംഗല്യം പാർട്ട് 2. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അതിനു മുമ്പായി തന്നെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തുടക്കം മാംഗല്യം പാർട്ട് 2. ഗേറ്റ് തുറന്ന് അവൻ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ കണ്ടത് വീടിൻ്റെ ഉമ്മറപ്പടിക്കൽ തന്നെയുള്ള ആ അസ്ഥിത്തറയാണ്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, തന്നെ ഏറ്റവും സ്നേഹിച്ചവൾ മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഇടം. പക്ഷേ അടുത്തേക്ക് ചെല്ലാൻ അവൻ്റെ പാദങ്ങൾ ചലിച്ചില്ല. ഉള്ളിൽ തിളയ്ക്കുന്ന മദ്യത്തിൻ്റെ ലഹരി. ആ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ പാപഭാരമായി അവന് തോന്നി. നേരെ വാതിൽ തുറന്നു അകത്ത് കയറി. അവൻ്റെ റൂമിൽ ചെന്നു. മദ്യത്തിൻ്റെ ലഹരിയും കുറ്റബോധവും തളർത്തിയ അവന് ആ അസ്ഥിത്തറയ്ക്ക് മുന്നിൽ അധിക നേരം നിൽക്കാൻ കഴിഞ്ഞില്ല. വേച്ചു പോകുന്ന കാലുകളോടെ അമ്മയുടെ ഓർമ്മകളെ ഉള്ളിലൊതുക്കി അവൻ എങ്ങനെയൊക്കെയോ റൂമിലെത്തി കട്ടിലിലേക്ക് വീണു. ആ മുറിയിൽ ഇന്നും അമ്മയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടെന്ന് അവന് തോന്നി. മദ്യത്തിൻ്റെ വായക്കത്തിനിടയിലും പണ്ട് അമ്മ പാടിത്തന്ന താരാട്ടിൻ്റെ ഈണം കാതുകളിൽ മുഴങ്ങുന്ന പോലെ. ജനലിലൂടെ വരുന്ന തണുത്ത കാറ്റ് അമ്മയുടെ തലോടലായി അവന് അനുഭവപ്പെട്ടു. ആ ഓർമ്മകളുടെ ചൂടിൽ ലോകത്തെ മുഴുവൻ മറന്ന് അവൻ എപ്പോഴോ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണു. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമ്മുവിൻ്റെ മനസ്സിൽ കാശിയെ ഒരിക്കലും അവൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കളങ്കത്തേക്കാൾ അപ്പുറമായിരുന്നു കാശിയുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൾക്ക്. അമ്മു ഇങ്ങനെ ഓർമ്മകളിൽ നീറി മുറിയിൽ തളർന്നിരിക്കുകയായിരുന്നു. ആ നിശബ്ദതയിൽ അവളുടെ മനസ്സ് പഴയ കാര്യങ്ങളിലേക്ക് പാഞ്ഞുപോയി. പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കൈ തട്ടി അരികിലിരുന്ന പഴയ പുസ്തകങ്ങളുടെ കൂമ്പാരം നിലത്തേക്ക് ചിതറി വീണു. അപ്പോഴാണ് അതിൽ നിന്നും ചിരിച്ചു നിൽക്കുന്ന ഒരു ചുള്ളൻ പയ്യൻ്റെ ചിത്രം തെറിച്ചു വീണത്. അവൾ അതിലേക്ക് നോക്കി അറിയാതെ പുലമ്പി, എൻ്റെ വിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഓർമ്മകൾ അവളുടെ കോളേജിലെ കൊണ്ടുപോയി. കോളേജ് വരാന്തയിലൂടെ അവൻ നടന്നു വരുമ്പോൾ അറിയാതെ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ അവനിലേക്ക് നീളും. സൗന്ദര്യത്തെക്കാൾ ഉപരി അവൻ്റെ നടപ്പിലും പെരുമാറ്റത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക തേജസ്സായിരുന്നു. ഒതുക്കി വെട്ടിയ മുടിയും എപ്പോഴും മുഖത്ത് തിളങ്ങുന്ന ആത്മവിശ്വാസം തുളുമ്പുന്ന ചിരിയും അവനെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തി. എല്ലാവരോടും വളരെ സൗഹൃദത്തോടെയും എന്നാൽ മാന്യമായും പെരുമാറുന്ന ശീലം. ആരെ കണ്ടാലും ഒരു ചെറു ചിരിയോടെ ഹലോ ഹായ് പറയുന്ന സ്വഭാവം. പെൺകുട്ടികൾക്കിടയിൽ മാത്രമല്ല കേട്ടോ, അധ്യാപകർക്കിടയിലും അവനെ പ്രിയങ്കരനാക്കി. കോളേജ് ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുമ്പോഴുള്ള അവൻ്റെ വീര്യവും ആർട്സ് ഫെസ്റ്റിവലിൽ സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോഴുള്ള ആ കോൺഫിഡൻസും മറ്റുള്ളവരെ ഒന്ന് നോക്കി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിലും ധരിക്കുന്ന ഏത് വസ്ത്രവും അവനിൽ തികച്ചും അനുയോജ്യമായി തോന്നും. ആഡംബരങ്ങളെക്കാൾ അവൻ്റെ ലാളിത്യമായിരുന്നു ഏറ്റവും വലിയ ആകർഷണം. ബുദ്ധിയും വിവേകവും ഒത്തുചേർന്ന ആ വ്യക്തിത്വം കോളേജിലെ ഓരോ വിദ്യാർത്ഥികൾക്കും ഒരു പ്രചോദനമായിരുന്നു. പെൺകുട്ടികളുടെ എല്ലാം ക്രഷായിരുന്നു അവൻ. വിച്ചു എന്ന് വിളിക്കുന്ന വികാസ്. അടുത്ത ദിവസം രാവിലെ കാശിയുടെ വീട്ടിൽ. ഡാ കാശി, എഴുന്നേൽക്കടാ. എന്തൊരു ഉറക്കവാടാ, ഒന്ന് എഴുന്നേൽക്കടാ. ഡാ, എന്തൊരു ഉറക്കമായത്. ജിത്തുവാണ് അവനെ തട്ടി വിളിക്കുന്നത്. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. ജിത്തു നേരത്തെ വന്ന് തട്ടി വിളിച്ച ദേഷ്യത്തിൽ അവൻ എഴുന്നേറ്റു. ഇത്ര പുലർച്ചെ എന്തിനാടാ കോപ്പെ നീ എന്നെ വന്ന് തട്ടി വിളിച്ചത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല പുല്ല്. അതും പറഞ്ഞവൻ ദേഷ്യപ്പെട്ടു. ഡാ പുല്ലേ, അമ്മയും മാളും വന്നിട്ടുണ്ട്. നിനക്കെന്താടാ, തലയ്ക്ക് നല്ല സുഖമില്ലേ? വെളുപ്പിനെ തന്നെ അമ്മയെയും മാളുവിനെയും കൂട്ടി. ഓഹോ, അത് കൊള്ളാലോ മച്ചാനെ, നീ മറന്നോ? ഇന്ന് നിൻ്റെ കല്യാണമല്ലേ? അതോ നീ പൂസം പുറത്ത് അമ്മാവനോട് അങ്ങനെ പറഞ്ഞതാണോ? അത് കേട്ടപ്പോൾ അവൻ്റെ മുഖം വല്ലാതായി. എന്താടാ, നിനക്ക് എന്തു പറ്റി ഒരു ഉത്സാഹമില്ലാതെ? അത് പിന്നെ ഡാ, അവൾക്കും അമ്മായിക്കുമൊന്നും ഈ വിവാഹത്തിനത്ര താല്പര്യമുണ്ടാവില്ല.
പിന്നെ അമ്മാവൻ നിർബന്ധിച്ചു കാണും. ഡാ കാശി, അല്ലെങ്കിലും ആ തള്ളയ്ക്കും മകൾക്കും അങ്ങനെ തന്നെ വരണം. നിന്നെ അവർക്ക് പുച്ഛമായിരുന്നല്ലോ, ഇപ്പോൾ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ നീ തന്നെ വേണ്ടി വന്നല്ലോ. ഈ വിവാഹം കഴിഞ്ഞിട്ട് വേണം ആ തള്ളയെയും മകളെയും ഒരു പാഠം പഠിപ്പിക്കാൻ. ഏയ്, ആരെയും തോൽപ്പിച്ച് ഈ കാശിക്ക് ഒന്നും നേടിയെടുക്കണ്ടടാ. ആ കുടുംബത്തോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാശിയുടെ സംസാരം കേട്ടപ്പോൾ ജിത്തുവിന് അവനെ കൂടുതലൊന്നും പറഞ്ഞ് വേദനിപ്പിക്കാൻ തോന്നിയില്ല. അപ്പോഴാണ് മാളു അവിടേക്ക് ഓടി വന്നത്. ചിത്തുവേട്ടനല്ലേ പറഞ്ഞത് ഇതിനകത്ത് മുഴുവൻ പാടിയാണെന്ന്? ഇവിടെ അതിന് മാത്രം ഒരു പണിയുമില്ല, എല്ലാം വൃത്തിയായിട്ടാണിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ മാത്രം മതി. അപ്പോഴേക്കും കാശി വന്ന് പറഞ്ഞു, എൻ്റെ മാളൂട്ടി, ഈ കഴുത പറയുന്നത് നീയല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതും പറഞ്ഞ് കാശി മാളുവിൻ്റെ തോളിൽ മെല്ലെയൊന്ന് തട്ടി. മാളൂട്ടിയും കാശിയും തമ്മിലുള്ള കുസൃതി നിറഞ്ഞ സംസാരം അവിടെ ചിരി പടർത്തി. ഇടയ്ക്കവൾ അവനെ കളിയാക്കുന്നുമുണ്ട്. അതിനിടയിൽ മാളു ചോദിച്ചു, എന്താ ഇപ്പോൾ ഒരു തട്ടിക്കൂട്ട് കല്യാണമൊക്കെ? വല്ല പണിയും ഒപ്പിച്ചോ കാശിയേട്ടാ? അത് കേട്ടത് ജിത്തു പൊടി പൊടി തലയിൽ കയറി നിരങ്ങുവാണോ അവള്? അതും പറഞ്ഞ് അവളെ അവിടുന്ന് ഓടിച്ചു വിട്ടു. ഡാ ജിത്തു, അവൾ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. നാട്ടുകാര് ഒരു നാട്ടുകാര് ഒക്കത്തിനോടും പോയി പണി നോക്കാൻ പറയും. അപ്പോഴേക്കും കാശിയുടെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ അമ്മാവനാണ്. ഹലോ അമ്മാവ. ആ മോനെ, അമ്മാവൻ വിളിച്ചത്. നിങ്ങൾ അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് വരികയാണോ? അതോ? അത് പിന്നെ അമ്മാവ, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിക്കോളാം. ഇനിയും വേറെ മാറ്റമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല മോനെ, എന്നാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ശരി. അതും പറഞ്ഞ് കോൾ കട്ടായി. താലിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണോ മോനെ? അത് കയ്യിലുണ്ടല്ലോ അല്ലേ? മറക്കാതെ അത് എടുത്തോണേ, ജിത്തുവിൻ്റെ അമ്മ പറഞ്ഞു. ആ ചോദ്യം കേട്ടതും കാശിയുടെ മുഖത്തെ ആത്മവിശ്വാസം പെട്ടെന്ന് മാഞ്ഞു. അവൻ്റെ കണ്ണുകളിൽ ഒരുതരം പരിഭ്രമം പടരുന്നത് ജിത്തു ശ്രദ്ധിച്ചു. എന്താടാ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ജിത്തു സംശയത്തോടെ ചോദിച്ചു. കാശി വിക്കി വിക്കി പറഞ്ഞു, അത് ജിത്തു താലി വാങ്ങാൻ മറന്നുപോയി. തുടരും. ഈ സ്റ്റോറി ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.